Okay, good morning dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഏരിയ റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ് ആൻഡ് റേറ്റ്സ് എന്ന് പറയുന്നതാണ്. ഓക്കെ, ഇതിൽ മീനിങ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. റേഷ്യോ, പെർസെൻറ്റേജ്, റേറ്റ്സ്, ടൈപ്സ്, ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ, ഇതെല്ലാം നമുക്ക് ഈ ഒരു പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഏരിയകളാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ഒബ്ജക്റ്റീവ്സ്, ഇൻട്രൊഡക്ഷൻ ആൻഡ് മീനിങ് ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ derivatives and purpose of statistical derivatives. Okay, derivatives and purpose of statistical derivatives and types of ratios, conception of ratio and application of ratio, caution in the use of derivatives. Okay, then meaning of logarithm, finding the log value of number, കമ്പ്യൂട്ടേഷൻ ഓഫ് ലോഗരിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പണ്ട് നമ്മൾ പഠിച്ച ലോഗരിതം എന്ന സംഭവം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇപ്പോഴത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. എന്നാൽ ലോഗരിതം എന്നൊരു സംഭവമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഒബ്ജക്റ്റീവ്സ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്? ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് യു ഷുഡ് ഏബിൾ ടു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് റേഷ്യോ, പെർസെൻറ്റേജ് ആൻഡ് റേറ്റ്സ്. Discuss the computer aspects of involve the working outs of ratio, percentage and rates. Describe the precautions to be taken while using ratios and percentage. Illustrate and use of ratio and percentage and to programs of computation of multiplication. Then introduction is Vaichara. You have already studied about the various sources of statistical data and methods of collecting data. You also നമുക്ക് നേരത്തെ കളക്ടിങ് ഡാറ്റ, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് സർവേ മെത്തേഡും കോൺഫിഡൻഷ്യൽ ഇൻ്റർവ്യൂ ആൻഡ് ഓപ്പൺ ഇൻ്റർവ്യൂ, സാമ്പിളിംഗ് ഇൻ്റർവ്യൂ, കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് എക്കണോമിക്സ് തന്നെയുള്ള നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്സിലുള്ള വേറൊരു പാർട്ടാണ് റേഷ്യോ കാണൽ. എങ്ങനെയാണ് നമുക്കറിയാം. പണ്ട് നമ്മൾ റേഷ്യോ മീൻസ് പെർസെൻറ്റേജ്. ഓക്കെ, 10% എന്ന് പറഞ്ഞാൽ എത്ര? 10 × 10/100 അല്ലേ? ഇത് പെർസെൻറ്റേജ് ആണ്. അത് ശതമാനം. 10ൽ 100 അല്ലേ? ശതമാനം കാണുക നമ്മൾ പറയില്ല. അല്ലെങ്കിൽ × 100 വെച്ചിട്ടാണ് നമ്മൾ ശതമാനം കാണുന്നത്. ഇത് രണ്ടും വെട്ടിയിട്ട് =10. ഇങ്ങനെ നമ്മൾ ശതമാനം പെർസെൻറ്റേജ് കാണും. ഓക്കെ, ഇനി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? And about various sources of, you have already studied about various sources of statistical data and methods of estimate error. A collection of reasonably accurate data alone does to help your drawing conclusion as if the figures speak to themselves. Data must quantitative data has to, അതായത് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ രണ്ട് തൂണുകളാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് കിട്ടുന്ന കറക്റ്റ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയുടെ രണ്ട് തൂണുകളാണ് ഏതൊക്കെ? റേഷ്യോ ആൻഡ് പെർസെൻറ്റേജ്, ശതമാനവും അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നതും. ഓക്കെ, ദെൻ മീനിങ് ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് എന്താ നോക്കാം. മീനിങ് ഓഫ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ, മീനിങ് ആൻഡ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് എന്താ നോക്കാം നമുക്ക്. മീനിങ് ആൻഡ് വേരിയസ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് എന്താണ്? ഒന്നാമത്തത്, as stated earlier, we draw a meaningful conclusion. The mass of data collected must be analyzed properly. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഏറ്റവും ശക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിരിക്കണം. അതൊരു കറക്റ്റ് പ്രൂഫ് ആൻഡ് പ്രോപ്പർ ആയിരിക്കണം. ആൻഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിറൈവ്സ് ആയിരിക്കണം അല്ലേ? എന്തായിരിക്കണം? കമ്പ്യൂട്ടേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ derivatives is one of the common approaches. Under the statistical derivatives there are important methods. Statistical derivatives, എന്താണ് statistical derivatives? Very important method. They are ratios and percentages and rates. Okay, understanding the statistical derivatives, there are three important methods. ഏതൊക്കെയാണ് 3 ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്? ഒന്നാമത്തത് പെർസെൻറ്റേജ് ആണ്. അതിൽ ഒരു മെത്തേഡ് പെർസെൻറ്റേജ് ആണ്, ഒരു മെത്തേഡ് റേറ്റ്സ് ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. ഇവിടെ രസം കൂടി ഉണ്ട് കേട്ടോ. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്, ഇത് രണ്ടാമത്തെ മെത്തേഡാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ മെത്തേഡ് എന്താണ്?
മിസ് ഇവിടെ എഴുതി തരാം. RABITIBS റാറ്റ് ടിപ്സ് എന്ന് പറയും. ഓക്കെ, മൂന്നാമത്തെ മെത്തേഡ് ഇതെന്താണ്? ഇതെല്ലാം ഇത് മൂന്ന് എന്താണ്? ദ മെത്തേഡ്സ് ഓഫ് statistical derivatives. Okay, statistical methods of statistical derivatives. ഓക്കെ, അപ്പോൾ ദ മെത്തേഡ്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡെറിവേറ്റീവ്സ് ആണ് പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് റേറ്റ്സ്. ഒക്കെ അത് മറന്നു പോയത്. ഇനി അത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് നമുക്ക് വരുന്നത് പെർസെൻറ്റേജ് ആണ്. എന്താ? റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് ആർ ഓഫൺ എക്സ്പ്രസ് ദ പെർസെൻറ്റേജ്. റേഷ്യോസും പ്രൊപ്പോർഷൻസും. ഓക്കെ, ഇതിൽ റേഷ്യോസും proportions ratios and proportions are often expressed as percentage. As relative measure can be visualized more concretely when expressed as percentage. The word percent means per 100, by 100 ആണ്, per 100. The word percent, PERCEEN, percentage നമ്മൾ പറയില്ലേ, ഇതിൻ്റെ വേർഡിൻ്റെ അർത്ഥം 100 എന്നാണ്. ഓക്കെ, ദെൻ ഇതിന് കറക്റ്റ് മീനിങ് per 100 അല്ലേ, അതായത് by 100 എന്നാണ് അതിൻ്റെ മീനിങ് വരുന്നത്. ഫോർ എക്സാമ്പിൾ, ദ yield of paddy crops in 1988 and 1987 is 2:3. The represent in this percentage is yield of 98:1:2 can be considered as the base. Note that the sum of total percentage will be equal to 100. Only in these categories are actually exclusive and collectively exhaustive, and is belong to only the category items where total is left out. Okay, അപ്പോൾ നമ്മൾ ക്രോപ്സിൻ്റെ കണക്ക് പ്രകാരമാണ് ശതമാനം ഒരു 80% വെച്ചിട്ട് ഇവർ പറയുന്നത്. ക്രോപ്സ് പണ്ട് ഇന്ത്യയിൽ 1989 ഓക്കെ. Rate generally went to the quantities of same kind as compared to term ratio is used. For example, taken ratio of male and female workers in the factory. അപ്പോൾ റേഷ്യോ എന്നാൽ എന്താണ് അർത്ഥം? അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ടു ടേക്ക് എ കാൽക്കുലേഷൻ അല്ലെങ്കിൽ ടു ടേക്ക് എ ക്വാണ്ടിറ്റി സിമിലർ കൈൻഡ്സ് ആർ കമ്പയർഡ്. ദ ടേം റേഷ്യോ ഈസ് യൂസ്. ഫോർ എക്സാമ്പിൾ, ടേക്ക് ദ റേഷ്യോ ഓഫ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുപാതം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയും അല്ലേ. റേഷ്യോ, അനുപാതം. ഇത് മായ്ക്കാണേ. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പറയുന്നത് എന്താണ് റേഷ്യോ. ഇതിൽ എക്സാമ്പിൾ കൊടുത്തത് എന്താ റേഷ്യോന് എക്സാമ്പിൾ? ടേക്ക് ദ റേഷ്യോ ഓഫ് എ മെയിൽ ആൻഡ് ഫീമെയിൽ ഓഫ് എ കമ്പനി അല്ലേ. അതായത് നമ്മൾ ഒരു കമ്പനിയിലെ മെയിൽ ആൻഡ് ഫീമെയിൽ സ്റ്റാഫിൻ്റെ റേഷ്യോ എടുക്കാൻ പോവാണേ. അപ്പോൾ അതിൻ്റെ അനുപാതം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ടു ക്വാണ്ടിറ്റി സെയിം കൈൻഡ് ലൈക്ക് ആർ കമ്പയർഡ് ടു ടേം റേഷ്യോ ഈസ് ഫോർ എക്സാമ്പിൾ ടേക്ക് റേഷ്യോ ആൻഡ് male and workers of factory. Here the male and females are workers so in this sense they are same kind. Male and female are workers in the factory, so in this sense they are same kind. Ratio expresses the term different unit is often called rate. For example, in the case of per capita income, the number of numerous of total income and total population. Okay, ratio അത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന മെയിലിൻ്റെയും ഫീമെയിൽ വർക്കേഴ്സിൻ്റെയും റേഷ്യോ ആ തോത് നമ്മൾ കണക്കാക്കിയിട്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ കാൽക്കുലേഷൻ ചെയ്തതും സാലറി ഫിക്സ് ചെയ്യുന്നതും അവർക്ക് വേണ്ട എല്ലാ എന്താ പറയുക സംഭവങ്ങളൊക്കെ കൊടുക്കുന്നതും അല്ലേ. റേറ്റ് ഈസ് യൂഷ്വലി സ്റ്റാൻഡേർഡ് ഇൻ റിലേഷൻ ഓഫ് denominator when the number is divided into another related number and the quantity of multiply. കൂട്ടിയും കുറച്ചൊക്കെയാണ് നമ്മൾ എന്ത് തീരുമാനിക്കുന്നത്? റേഷ്യോ തീരുമാനിക്കുന്നത്. അനുപാതം കാണുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ. നെക്സ്റ്റ് പോയിന്റ് ആണ് ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ.
application of ratio rates and confidence are used type of studies. Per capita income and population per square kilometer of production and turnover ratio, intelligence of confidence. These are the ratio of application of ratio. Okay, ഇതിൽ ഫസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം, ഇതിൽ പെർ ക്യാപിറ്റ ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും പെർ ക്യാപിറ്റ ഇൻകം, ആളോഹരി വരുമാനം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ആളോഹരി വരുമാനം നോക്കിയിട്ടാണ് ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ തീരുമാനിക്കുന്നത്. മിസ് അതിൻ്റെ ജസ്റ്റ് ഇതിവിടെ എഴുതുക, പെർ ക്യാപിറ്റ ഇൻകം, പെർ ക്യാപിറ്റ ഇൻകം. ഓക്കെ, പ്രൊഫൈൽ ഓഫ് ഫോർ മെട്രോപൊളിറ്റൻ സിറ്റീസ്. അതായത് മെട്രോയിലൊരു പെർ ക്യാപിറ്റ ഇൻകം നോക്കിയിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ കണ്ടുപിടിക്കുന്നത്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തത് പ്രൊഫൈൽ ഓഫ് എ 4 മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ 4 സിറ്റീസിലുള്ള മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽസിൻ്റെ കണക്കുകളോട് ബോംബെ, കൽക്കട്ട, ഡൽഹി ആൻഡ് മദ്രാസ്. അതായത് മെയിൽസ് പെർ ആൻഡ് പോപ്പുലേഷനും ലിറ്ററസി റേറ്റും വർക്കിംഗ് പോപ്പുലേഷനും ഒക്കെ അതിൻ്റെയൊക്കെ എന്താണിത്, അതിൻ്റെയൊക്കെ റേഷ്യോ ആണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് സബ്സ്റ്റിക്വൻ്റ് ഡാറ്റ ഈസ് ടേബിൾ പ്രസൻറ്റ്. അപ്പോൾ ഇതിൽ നിന്ന് അതിൻ്റെയൊക്കെ റേഷ്യോ കണ്ടുപിടിക്കാൻ നമുക്ക് ആ മെത്തേഡ് ഉപയോഗിച്ച് കഴിയും. നെക്സ്റ്റ് ലോഗരിതം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോഗരിതം? എന്താണ് ലോഗരിതം? LOGRITHMS. ലോഗരിതം. ലോഗരിതം എന്ന് പറഞ്ഞാൽ 2 numbers and 40 they can be related to each other be equation of 4 square. Okay, ലോഗരിതം എക്സാമ്പിൾ. ലോഗരിതത്തിൽ 4 square is equal to 16 എന്നാണ് ഇതിനൊരു എക്സാമ്പിൾ വരിക കേട്ടോ. 4 square is equal to 16. Okay, in the logarithm table it bases your return is a log. അതായത് ലോഗ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ആ ഒരു തീമിലേക്ക് നമ്മൾ ചെയ്യുക. അതിനൊരു എന്താ പറയുക, ഒരു ബോർഡ് പോലൊരു സംഭവം നമുക്കുണ്ടാവും ലോഗരിതം. അതിൽ നോക്കിയിട്ടാണ് നമ്മൾ ഓരോന്നിനും കണ്ടുപിടിക്കുക. And is written as a log. It should be clear from the example of the logarithm table. It is nothing to power based on the must be raised that in the particular number. The logarithm table ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടേബിൾ നോക്കിയിട്ട് നമ്മൾ ലോഗരിതം യൂണിറ്റ് ഈസ് റെസ്പെക്ട് നോൺ സീറോ ഡെഫിനിറ്റ് നമ്പർ ബേസിൻ 0, 1. The base of logarithm need not restrict to any particular number. Okay, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. ദ ലോഗ് 1000 ഇസ് ഈക്വൽ ടു 3 എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ബിക്കോസ് 10 ഇസ് ഈക്വൽ ടു 3, 10 10 3 is equal to 1000. ഓക്കെ, ഇതാണ് ലോഗരിതം ടേബിൾ. ഇതിനൊരു ടേബിൾ നമുക്കുണ്ട്, ലോഗരിതം ടേബിൾ എന്നതിന് പറയാം അല്ലേ. ലോഗരിതം ടേബിൾ മിസ് ഇവിടെ നേരത്തെ എഴുതിയിട്ടുണ്ട്. ലോഗരിതം ടേബിൾ ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഓഫ് റേഷ്യോ കണ്ടുപിടിക്കുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ലാസ്റ്റ് നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളൊരു ഭാഗം കമ്പ്യൂട്ടേഷൻ ആൻഡ് ലോഗരിതം ടേബിൾസുമുള്ള ഡിഫറൻസ് ആണ് നമുക്കിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ.